അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിവരക്കേട് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന അനിലണ്ണന്റെ പുതിയ ഫത്വ ഇറങ്ങിയിട്ടുണ്ട്. ഇനി മതപണ്ഡിതന്മാർ മതം പറയരുത്. ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ലാ ഷാർജയിൽ നടന്ന ഈദ്ഗാഹിന് ശേഷം പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കവേ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന അർദ്ധയുക്തിവാദി വിളിച്ചുകൂവിയ വിവരക്കേടുകൾ നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് താൻ കൊരക്കുന്നത് എന്ന് തനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് അനിൽ മുഹമ്മദിന്റെ സംസാരം. അയാൾ എന്തിനു വേണ്ടിയാണ് ഈ സംസാരിച്ചതെന്ന് അദ്ദേഹത്തിന് തന്നെ കൃത്യമായി ബോധ്യമില്ല. ആ രൂപത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. എന്തായിരുന്നാലും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ആയുധം, അത് വെച്ച് ഞാൻ അടിക്കുക തന്നെ ചെയ്യും വിസ്റ്റത്തെ എന്ന രൂപത്തിൽ തന്നെയാണ് അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന നികൃഷ്ടജീവി സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗപ്രവേശനം നടത്തിയിട്ടുള്ളത്. സ്ഥാപനങ്ങളിലൊക്കെ ഈ മിതമായ നിരക്കിൽ ചിലത് ചെയ്തു കൊടുക്കപ്പെടും, ഉദാരമായ രീതിയിൽ ചിലതൊക്കെ ചെയ്തു കൊടുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ബോർഡ് എഴുതി വെക്കാറുണ്ട്. ഇസ്ലാം മതത്തിൽ ഇപ്പോൾ കാണുന്നൊരു പ്രക്രിയ എന്താണെന്നറിയാമോ? വളരെ ഉദാരമായ രീതിയിൽ ആരെയും കാഫിറാക്കി കൊടുക്കപ്പെടും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ അടുത്ത സമയത്ത് ഒരിടത്ത് ഒരു പ്രസംഗമധ്യേ ഒരാൾ പറയുന്നത് കേട്ടു, ഈ ഒളുഹിയ അറുക്കുന്നത് കാഫിരീങ്ങൾക്ക് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഓർത്ത് എന്താണെന്നറിയോ, ഈ കാഫിറുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അള്ളാഹു അത് മുസ്ലിങ്ങളല്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കിയാൽ ഈ മുസ്ലിങ്ങൾക്കകത്ത് ഇത് ആർക്ക് കൊടുക്കും എന്നൊരു ആശയക്കുഴപ്പം വരും. എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ കാഫിറുകളെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ മുസ്ലിം സമുദായം. അതും കാഫിർ, ഇതും കാഫിർ, കൂടെ നിൽക്കുന്നവനും കാഫിർ, അല്ലാത്തവനും കാഫിർ. എന്തെല്ലാം കുഫിരിയത്തുകൾ എന്ന പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്ര കുത്തി ഇതെല്ലാം ആക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട്. ഇവിടെ ഹുസൈൻ സലഫിയുടെ വീഡിയോ കാണിക്കുന്നതിന് തൊട്ട് മുമ്പേ ഇദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇവിടെ ആരാണ് കാഫറുകളാക്കാനും മുശ്രിക്കുകളാക്കാനും മെനക്കെടുന്ന ആളുകൾ? ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരും പ്രബോധകരും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി വന്നിട്ടുണ്ടോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു വിഭാഗം മുസ്ലിം സമൂഹത്തിനുള്ളിലുണ്ട് എന്നും അത് അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് എന്നും അവർ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് എന്നും അതിനുവേണ്ടി സംവാദങ്ങളും ഗണ്ണനങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നും കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആഷിം നഈമി എന്ന് പറയുന്ന AP സമസ്തയിലെ പണ്ഡിതൻ എഴുതി വെച്ച പുസ്തകത്തിൽ വഴിപിരിഞ്ഞു പോയവർക്ക് എന്തു പറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്താണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്നാണ്. അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം വാദിച്ചത് എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഖുർആനിൽ നിരവധി ആയത്തുകളുണ്ട് എന്നാണ്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തോടുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞത് എന്താണ്? മൈദീശേഖങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ ഖുർആനിലോ ഹദീസിലോ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനുവദനീയമാണ് എന്നും ഖുർആനിൽ അതിന് തെളിവുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത് തെളിവായി ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പിഴച്ച വിശ്വാസം സമൂഹത്തിന്റെ മുന്നിൽ പഠിപ്പിക്കുകയും സമസ്ത എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ അതിന് പോലും പറയുന്ന മറുപടി എന്താണ്? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് എന്ന് ഒരു ലജ്ജയുമില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ മൈക്കിലൂടെ വിളിച്ചു കൂവിയ പുരോഹിതവർഗം, ആ പുരോഹിതവർഗം സമൂഹത്തിന്റെ മുന്നിൽ ശിർക്കും കുഫറും കലർന്ന വിശ്വാസം പഠിപ്പിക്കുമ്പോൾ അതിനെതിരെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ കാഫറുകളാണ്, ഇന്നാലിന്ന സംഘടനയുടെ ആളുകൾ കാഫറാണ്, ഇന്നാലിന്ന വ്യക്തികൾ കാഫറാണ് എന്നുള്ള ഫത്വ കൊടുക്കുകയല്ല ചെയ്തത്. ഇന്ന വിശ്വാസം ശിർക്കും കുഫറും കലർന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വല്ലേ നീലത്തിനും എന്നെ വിളിപ്പൊറുപ്പ് വായ്പൂടാതുത്തിരം ചെയ്യും ഞാൻ എന്നോവർ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നോവർ ഇന്ന് പാടി പഠിപ്പിക്കുമ്പോൾ അവർ വെച്ച് വാദം എന്താണ്? മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. ഈ രീതിയിലുള്ള വാദങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച പുരോഹിതവർഗം പിന്നീട് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ പോലെ തോന്നുന്നു എന്നും അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞു. മാത്രവുമല്ല അന മുദബ്ബിറുൽ ആലം അന കുത്തുബുൽ ആലം എന്ന് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. മാത്രവുമല്ല അതിൽ നിന്നൊക്കെ കടന്ന് ഇലാഹാണെന്ന വിശ്വാസമില്ലാതിരുന്നാൽ മതി, അള്ളാഹു കൊടുത്ത കൈകൊണ്ട് ഞങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് ചില പുരോഹിതന്മാർ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. ഇവിടെയാണ് അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഹോൾസെയിലായാലും റീറ്റെയിലായും ഒക്കെ കാഫിറുകളാക്കുകയാണ് എന്നുള്ള മുഖവുരയോടെ ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ലയുടെ വീഡിയോ കാണിക്കാൻ വേണ്ടി രംഗപ്രവേശനം നടത്തുന്നത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം നമ്മുടെ ഹുസൈൻ സലഫി ഒരു സ്റ്റേറ്റ്മെന്റ്, MLA-മാരുണ്ടാകും, മന്ത്രിമാരുണ്ടാകും, അള്ളാഹുവിന്റെ പേരിൽ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആ നിലക്കുള്ള ഗൗരവത്തോടുകൂടി അവരുടേതായ ആ ഉത്തരവാദിത്വം ഏറ്റിട്ടുള്ള ആളുകളോടും പറയാനുള്ളത്,
നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നുള്ള ഒരു ഓർമ്മ കൂടി നിങ്ങൾക്കുണ്ടാകണം മറ്റുള്ളവരെക്കാൾ. അത് മന്ത്രിമാർക്ക് മാത്രമല്ലല്ലോ ഉസ്താദെ, ഉസ്താദും ഞാനും ഉൾപ്പെടുന്ന എല്ലാവർക്കും ആ ഓർമ്മ വേണ്ടേ? ഇതിപ്പം മന്ത്രിമാരെ തന്നെ വിളിച്ചു പറയാൻ മന്ത്രിമാരെന്തുവാ സവിശേഷമായിട്ടുള്ളത്? മന്ത്രിമാർ അവരുടെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോൾ തന്നെ അവർ കൃത്യമായുള്ള ധാരണയോടെ ആയിരിക്കണം മുമ്പോട്ട് പോകേണ്ടത്. അവർ വിശ്വാസികളാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത്. അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവർക്ക് ഉണർത്തി കൊടുക്കുക എന്നുള്ളത് ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഹുസൈൻ സലഫിയുടെ ഉത്തരവാദിത്തമാണ്. അർദ്ധയുക്തിവാദിയ ചാത്തപ്പനി എന്ത് മാഷറ എന്ന് പറയുന്നല്ലേ, താങ്കൾക്ക് ഇതിലൊക്കെ എന്താണ് കാര്യം? അവർ പ്രത്യേകിച്ച് ആരെയും കാഫറാക്കുകയോ അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് ആരെയെങ്കിലും സ്വർഗത്തിൽ വിടുകയോ നരകത്തിൽ വിടുകയോ അവർ തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കുകയോ അവർ പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി തമ്മിലടിക്കുകയോ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് മന്ത്രിമാരെന്നുള്ളതല്ല, എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും അത് ബാധകമാണ്. അനിൽ മുഹമ്മദേ, താങ്കൾക്ക് ഇത് ബാധകമല്ല എന്നൊന്നും ഹുസൈൻ സലഫി പറഞ്ഞിട്ടില്ലല്ലോ. താങ്കൾക്കും അത് ബാധകമാണ്. പക്ഷേ താങ്കൾ അത് ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. താൻ എന്തൊക്കെയാണുള്ള അഹന്തയിൽ താൻ വിളിച്ചു കൂവുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ഒന്നിനു പിറകെ മറ്റൊന്നായി നിരന്തരം വീഡിയോകൾ ഇറക്കുന്നു എന്നതിനപ്പുറം താങ്കൾക്ക് ഇതൊന്നും ബോധ്യപ്പെടണമെന്നില്ല. താങ്കളെ ബോധ്യപ്പെടുത്താനല്ല ഹുസൈൻ സലഫി ഇത് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളോട് പറഞ്ഞതാണ്, അതല്ലാതെ തന്നെ പോലെയുള്ള അർദ്ധയുക്തിവാദികളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനാണ് ഇത്ര ബേജാറാകുന്നത്. അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന നികൃഷ്ട ജീവിയോട് പറയാനുള്ളത്, ഇവിടെ ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫദഹുല്ലാ ഇവിടെ ഹദീസ് നിഷേധികളോടോ ഇല്ലെങ്കിൽ ഹദീസ് ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളോടോ അതല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ വളച്ചൊടിക്കുന്ന ആളുകളോടോ അതല്ലെങ്കിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളോടോ പള്ളി ആക്രമിക്കുന്ന ആളുകളോടോ പള്ളി പൂട്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളോടോ സംഘടന ചേരിതിരിഞ്ഞ് പരസ്പരം കലഹിക്കുന്ന ആളുകളോടോ കാഫിറാക്കാനും മുശ്രിക്കാക്കാനും പരസ്പരം വാഗ്വാദങ്ങൾ നടത്തുന്ന ആളുകളോടോ ഒന്നുമല്ല പറഞ്ഞത്. എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ബാധകമാണ് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് വലിയ ഡയലോഗ് അടിച്ചാൽ മാത്രം പോലെ സ്വന്തം ജീവിതത്തിലും അതൊക്കെ ഒന്ന് പുനരാലോചന നടത്തുന്നത് നല്ലതാണ് എന്നാണ് അനിൽ മുഹമ്മദെ താങ്കളോട് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ ഹുസൈൻ സലഫി ഹഫദഹുല്ലാ ഈ രീതിയിൽ ഒരു സംസാരം നടത്താനുള്ള കാരണം അതിനൊരു പശ്ചാത്തലമുണ്ട്. ഇവിടെ വിശ്വാസികളായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് മന്ത്രിമാരും MLA-മാരുമായ ആളുകൾക്ക് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും അവർ ആ ഓർമ്മയിൽ തന്നെ ഉണ്ടാകണമെന്നും അവരുടെ പ്രവർത്തന മേഖലയിൽ എങ്ങനെ ആയിരിക്കണമെന്നും ബഹുദൈവാരാധനയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നുമൊക്കെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംസാരമല്ലേ നടത്തിയത്. അതിന് താങ്കൾ എന്തിനാണ് ഇത്രയും പ്രയാസപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇവിടെ ജനാധിപത്യ രൂപത്തിൽ ഭരണത്തിൽ വരികയും അവർ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് MLA-യും മന്ത്രിയും ഒക്കെ ആയി മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ പ്രവർത്തന മേഖലയിൽ സൂക്ഷ്മത പുലർത്താൻ വേണ്ടി കൊടുത്ത നിർദ്ദേശമായിരുന്നു ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നുള്ള ചിന്ത നമുക്ക് വേണം. അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആളുകളാണ് എങ്കിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ ഓർമ്മപ്പെടുത്തൽ പണ്ഡിതൻ എന്ന നിലയിൽ ഹുസൈൻ സലഫിയുടെ കർത്തവ്യം നിർവഹിച്ചു എന്നതിൽ താങ്കൾ എന്തിനാണ് ഇത്ര ബേജാറാകുന്നത്, താങ്കൾ എന്തിനാണ് ഇത്ര അസ്വസ്ഥനാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ തന്റേതായ സ്വത്വത്തെ, തന്റേതായ ഐഡന്റിറ്റിയെ നിലനിർത്തേണ്ടവരാണ്. ഒരു രാജ്യത്ത് എന്താണ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് ആ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അനുസരിച്ച് കൃത്യമായി നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ നിങ്ങൾക്ക് വലിയ ഒരു കടമയുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം നിസ്കരിക്കുമ്പോൾ ഞാനിതാ എല്ലാം നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്, ഞാനൊരിക്കലും ബഹുദൈവാരാധനയുടെ പിറകെ പോവുകയില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു ചടങ്ങുകളിലും ബഹുദൈവാരാധന മാത്രമല്ലല്ലോ, മുസ്ലിം ആകുന്നതോടുകൂടി നിർബന്ധമാകുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലും ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടതും ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഗൗരവത്തോടെ കാണേണ്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ച് ഹുസൈൻ സലഫി ഹഫദഹുല്ലാ പറയാനും കാരണമുണ്ട്. പല പ്രവർത്തനങ്ങളും ആ രൂപത്തിൽ ആകുന്നതിൽ പേടിച്ചുകൊണ്ട് തന്നെയാണ്. അത് അവർക്ക് ബോധ്യപ്പെടുത്തുക. അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ബഹുദൈവാരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പങ്കാളികളാകരുത്, അതിൽ നമ്മൾ ചേർന്ന് നിൽക്കരുത് എന്ന് മാത്രമാണ്. അതിനർത്ഥം പൊതുപരിപാടികളൊന്നും പങ്കെടുക്കരുത് എന്നോ പൊതുപരിപാടിയിൽ പങ്കെടുക്കൽ തെറ്റാണ് എന്നോ ഒന്നും അല്ലല്ലോ. പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കണം. പക്ഷേ ബഹുദൈവാരാധനയുടെ ഭാഗമായി നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ പൂജകൾ നടക്കുകയാണെങ്കിൽ അതിൽ നിന്ന്, വിളക്ക് കത്തിക്കുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അതിനൊക്കെ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അത് പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വ നിർവഹണം നടത്തുന്നു എന്നതിനപ്പുറം താങ്കളുടെ ബേജാർ എന്തിനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതിലൊന്നല്ലേ ഉമ്മത്തിന്റെ ഐക്യം, ചേർന്ന് നിൽക്കൽ, പരസ്പരം കാഫിറാക്കാതിരിക്കൽ, പിന്നെ അതുപോലെ തന്നെ തിന്മകളാണെന്ന് പറയൽ, ഈ സത്യത്തിന് മുന്നിൽ നിശബ്ദമാകാതിരിക്കൽ,
ഈ കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ നമ്മൾ ഹുസൈൻ സലഫി ഹഫളോയിൽ നിന്ന് നമ്മൾ കണ്ടത്. സത്യത്തിനെതിരെ കൊഞ്ഞനം കുത്തുന്ന താങ്കൾ ഇവിടെ ചെയ്തു വെക്കുന്നത് എന്താണ്? ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുള്ള കൃത്യമായി നൽകിയ ഒരു ഉപദേശത്തെ പോലും വളച്ചൊടിച്ചുകൊണ്ടും അതിനെതിരെ സംസാരിക്കുകയാണല്ലോ താങ്കൾ ചെയ്യുന്നത്. അതല്ലാതെ അതിനെ അംഗീകരിച്ചുകൊണ്ടല്ലോ താങ്കൾ ഈ സംസാരിക്കുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊക്കെ ബടക്കാക്കി എടുക്കണം. ഒരു പണ്ഡിതനും ഇനി സംസാരിക്കാൻ വേണ്ടി പാടില്ല. ഞാൻ തന്നെയാണ് വലിയ പണ്ഡിതൻ, ഞാൻ പറയുന്നത് ഇനി എല്ലാവരും കേട്ടാ മതി എന്ന അഹന്തയിൽ നിന്നാണല്ലോ ഈ ക്ലോസറ്റിന് മുകളിൽ ഇരുന്നു കൊണ്ട് താങ്കൾ ഈ വിവരക്കേടുകളൊക്കെ ഒന്നിനു പിറകെ മറ്റൊന്നായി നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ, ഇസ്ലാമിക വിശ്വാസം എന്താണെന്ന് പോലും അറിയാതെ, ഇസ്ലാമിന്റെ അഖീദ എന്താണ് എന്ന് പോലും അറിയാത്ത താങ്കൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു കൂടുന്നതൊക്കെ വലിയ ദീനീപരമായ കാര്യമാണോ? ഇവിടെ സത്യത്തിന്റെ മുന്നിൽ എന്ത് നിശബ്ദതയാണ് ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ല നടത്തിയത്. അതുപോലെ തന്നെ വളച്ചോടിച്ചുകൊണ്ട് എന്ത് കാര്യമാണ് ഇവിടെ ഹുസൈൻ സലഫി ഹഫളഹുല്ല പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഭരണത്തിലേക്ക് വന്ന ആളുകൾക്ക് നൽകിയ ഉപദേശമാണ്. അതല്ലാതെ മടിയിൽ കനമുള്ളവന്റെ മുന്നിൽ പോയി കുമ്പിട്ട് നിൽക്കുന്ന പരിപാടിയല്ല ഇവിടെ ഹുസൈൻ സലഫി നടത്തിയിട്ടുള്ളത്. ഈ യഥാർത്ഥത്തിലുള്ള ബഹുദൈവാരാധന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഷിർക്ക് എന്നൊക്കെ എന്ന് പറയുന്നത് മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 90-99% ആളുകളും അങ്ങനെ വേറെ ഏതെങ്കിലും വിഗ്രഹങ്ങളിലോ സംഗതികളിലോ ഒന്നും വിശ്വസിക്കുന്നില്ല. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കിടയിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പേറി നടക്കുന്ന ആളുകളാണ്. അവരുടെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും കലർന്ന വിശ്വാസമുണ്ട്. അതൊക്കെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സ്വീകരിക്കുന്നവർ അത് സ്വീകരിക്കുന്നു, അല്ലാത്തവർ അത് തള്ളിക്കളഞ്ഞ് നമ്മുടെ കാരണന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം, ഇനി ഉസ്താദ് കാന്തപുരം ഉസ്താദൊക്കെ നരകത്തിൽ പോവുകയാണ്, നരകത്തിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള അഹന്തയിൽ ജീവിക്കുന്ന ആളുകളുമുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. എന്നാൽ ഇവിടെ ഇന്ന ആളുകൾ കാഫറാണ് എന്നോ, ഇന്ന ആളുകൾ മുശ്രിക്കാണ് എന്നോ, ഇന്ന സംഘടന മുശ്രിക്കാണ് എന്നോ കാഫറാണെന്നോ എന്നുള്ള മുദ്ര കുത്തുന്ന പരിപാടിയൊന്നും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കില്ല. അവരാരും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി വന്നിട്ടുമില്ല. കേരളത്തിൽ അങ്ങനെ ഒരു കീഴ്വണക്കം ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല. എന്നാൽ കൃത്യമായി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ സമസ്ത എന്ന് പറയുന്ന ടീമുണ്ടല്ലോ, അവരാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമികളും കാഫറാണ് എന്ന്, മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞ വിദ്വാനാരാണ്? സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരല്ലേ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പേര് കൊടുത്തിട്ട് ഒരു കൂട്ടര് ഉണ്ട്. അവരെ പ്രബോധനത്തിലും ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ദൃഷ്ടിയിൽ രണ്ടു കൂട്ടരും മുസ്ലിങ്ങളെ അല്ല. ഇത് കേവലം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒറ്റപ്പെട്ട വ്യക്തിയിൽ നിന്ന് വന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിക്കേണ്ട. ഇദ്ദേഹത്തെ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായിട്ടാണ് ഒരു വിഭാഗം ആളുകൾ കൊണ്ടു നടക്കുന്നത്. മാത്രവുമല്ല ഔലിയാക്കള മുഷാവറയിൽ അംഗമാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. വലിയ ദർജയുള്ള ആളാണ് എന്നൊക്കെയാണ്. അദ്ദേഹത്തിന് ഇടക്കിടയ്ക്ക് ദർജ കൂട്ടി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗത്തിന്റെ നേതാവാണ് ഇദ്ദേഹം. ഇങ്ങനെയുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും അനിൽ മുഹമ്മദിന് പറയാനുണ്ടാകുമോ? ഒന്നും പറയില്ല. കാന്തപുരം ഉസ്താദാണല്ലോ, അതുകൊണ്ട് ഒന്നും പറയില്ല. മാത്രവുമല്ല, താങ്കളുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ സമസ്ത എന്ന് പറയുന്ന ആ കൂടാരത്തിൽ നിന്ന് വേറെയും ഫത്വകൾ വന്നിട്ടുണ്ട്. 1994 മാർച്ച് 24 ഇറക്കിയ സുന്നി വേദി എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? വഹാബികളും മൗദൂദികളും കാദിയാനികളും അടുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ വേണ്ടി പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളല്ലേ എന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടത്. അതായത് ഇവിടെ കാഫറാക്കുന്ന പരിപാടിയൊക്കെ നടത്തുന്ന ആളുകൾ നിങ്ങളെ ചമച്ച എന്ന് പറയുന്ന കൂടാരത്തിൽ നിന്നുള്ള ആളുകളാണ്. അതല്ലാതെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരല്ല, ഹുസൈൻ സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാരല്ല എന്ന് അനിൽ മുഹമ്മദിനെ പോലെയുള്ള നികൃഷ്ട ജീവികൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ നിരവധി തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ ഹുസൈൻ സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാർ ആരെയും തന്നെ കാഫറാക്കാൻ വേണ്ടിയല്ല സംസാരിച്ചിട്ടുള്ളത്. ശിർക്കും കുഫറും കലർന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് അഹ്ലുസുന്നയുടെ യഥാർത്ഥ ആദർശം എന്താണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഉസ്താദന്മാരും ഈ ഹുസൈൻ സലഫിയൊന്നും പറയാത്തൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഹൃദയത്തിനുള്ളിൽ ഈ ബഹുദൈവാരാധനക്കാൾ നോട്ടുകെട്ടുകളും അധികാരങ്ങളും കണ്ട് ഇതിനു പകരം നോട്ടുകെട്ടുകളെ നോക്കി വേണം ഞാൻ വർത്തമാനം പറയാൻ, ജീവിക്കാൻ, നിൽക്കാൻ. ഹുസൈൻ സലഫി അങ്ങനെയുള്ള ആളാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എന്ന് പറയുന്നവർ ഒരുപാട് പേർ സമുദായങ്ങളുടെ സംഘടനകളുടെ തലപ്പത്തുണ്ട്. അവരെയും തിരുത്തണ്ടേ? അതും ഷിർക്കിന്റെ ഭാഗമല്ലേ? പിന്നെയുണ്ട് ും സ്വകാര്യ ചടങ്ങുകളിലുമൊക്കെ നിലവിളക്ക് കൊളുത്തുക പോലെയുള്ള അതേപോലെ തന്നെയുള്ള അത്തരത്തിലുള്ള ഒരു മത ആചാരങ്ങളെ ഒരു മുസ്ലിം എന്ന നിലക്ക് അത് നിർവഹിക്കുവാൻ പാടുള്ളതല്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു വാചകം. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്, സിമ്പിളാണ്. നമസ്കാരത്തിലാകട്ടെ,
സക്കാത്തിലാകട്ടെ, ഹജ്ജിലാകട്ടെ, ഇതിലെന്തിലുമാകട്ടെ നെയ്യത്തോടുകൂടി, ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറയുന്ന ബോധ്യത്തോടെ അല്ലാതെ ചെയ്യുന്ന ഒരു അമലുകൾക്കും പ്രതിഫലം ലഭിക്കുകയില്ല, അല്ലെങ്കിൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ സംശയമാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഇത് ചെയ്യുന്നവൻ ഹൃദയത്തിനുള്ളിൽ ഉറച്ച വിശ്വാസത്തോടെ, ആ നെയ്യത്തോടെ, ആ ബോധ്യത്തോടെ, ഒരാൾ കാണാൻ പോലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പള്ളിയുടെ പുറത്ത് നിൽക്കുന്നു, ഇനി പുറത്ത് നിന്നാൽ നിസ്കരിച്ചില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അകത്തേക്ക് കയറി ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ലെന്നാണ്. അത് തബ്ലീഗിൻ്റെ അവരുടെ ഈ പാരായണം ചെയ്യുന്ന സദസ്സുകളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട സദസ്സുകളിൽ വായിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ അമലുകൾ വായിച്ചു കഴിഞ്ഞ് പ്രവാചകൻ്റെ ഒരു ഹദീസിൽ പറയുന്നു, വായിച്ചിട്ട് പറഞ്ഞു, നീ ഇത് ലോകപ്രസിദ്ധിക്ക് വേണ്ടിയാണ് നീ ചെയ്തത്, ആലോകരെ അറിയിക്കാൻ വേണ്ടിയാണ്, അത് അവിടെ വെച്ച് അറിഞ്ഞു, അതുകൊണ്ട് നിനക്ക് ഇവിടെ ഇനി പ്രതിഫലമില്ല, അതവിടെ തീർന്നു എന്ന് പറഞ്ഞ് ആളുകളെ അതിന് പ്രതിഫലം പരലോകത്തില്ല എന്ന് പറഞ്ഞ് മടക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഒരു ഭാഗം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു മറുവശമില്ലേ? എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ ഒരാൾ വിശ്വാസമില്ലാതെ, അയാൾക്ക് ഒട്ടും വിശ്വാസമില്ല, ആ വിശ്വാസമില്ലാതെ ഒരു പ്രവൃത്തിയിൽ, ഒരു സാമൂഹ്യ ചുറ്റുപാടുകളിൽ, ആ സാമൂഹ്യ ചുറ്റുപാടുകളുടെ ഭാഗമായി അയാൾ അതിൽ ചേർന്ന് പോയാൽ അതിന് ശിക്ഷിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ മനസ്സിൽ അള്ളാഹു ആണ്, അയാൾ നിസ്കരിച്ചിട്ട് വന്നേക്കുകയാണ്, ചിലപ്പോൾ അയാൾ ഈ വിളക്ക് കത്തിക്കുമ്പോഴും അയാളുടെ ഹൃദയത്തിൽ അള്ളാഹു ആണ്. അയാൾ മനസ്സിൽ പറയാണ്, പണ്ട് നമ്മൾ കല്ലിനെ, അജറുൽ അസ്വദിനെ മുത്തിയ കഥ പറയുമ്പോൾ പറയുന്നല്ലോ, ഇതിന് നിനക്കൊരു കഴിവില്ല കല്ലേ, പക്ഷേ എൻ്റെ പ്രവാചകൻ ചുംബിച്ചതുകൊണ്ട് ഞാൻ ചുംബിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ, ഇത് നാട്ടിൽ ഇങ്ങനെ വന്നു, ഒരു ബഹുസ്വരതയുടെ ഭാഗമായി ഞാനിതിൽ ഒരു പാരമ്പര്യം എന്നുള്ള നിലയിൽ, ഒരു പരമ്പരാഗത രീതി എന്നുള്ള നിലയിൽ ഞാനതിലേക്ക് വിളക്ക് കൊളുത്തുന്നു എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അയാൾ എങ്ങനെ ഇസ്ലാമിന് പുറത്തു പോകും? അങ്ങനെ ലളിതമായിട്ട് നമുക്കങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദാരമായി കാഫിറാക്കി കൊടുക്കപ്പെടും എന്ന് പറയുന്ന ഒരു കട നമ്മൾ നടത്താൻ പാടുണ്ടോ? ഇവിടെ ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ല ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ കാഫിറാണെന്ന് മുദ്ര കുത്താൻ വേണ്ടിയാണോ പറഞ്ഞത്? ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നമ്മൾ പങ്കെടുക്കരുത്, കാരണം അത് ബഹുദൈവ ആരാധനയുടെ ഭാഗമായി കൊണ്ട് ചെയ്യുന്നതാണ്, അഗ്നി ആരാധനയുടെ ഭാഗമായി കൊണ്ട് ചെയ്യുന്നവരുണ്ട്, അതിന് പ്രത്യേക വിശ്വാസമുണ്ട്, ഈ വിളക്ക് കത്തിക്കുന്നതിന് തന്നെ പ്രത്യേക രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടുള്ളതാണ് എന്നൊക്കെ അനിൽ മുഹമ്മദെ താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായി നടക്കുന്നതാണ്. കഴിഞ്ഞ ഒരു മന്ത്രിയായിരുന്ന സഖാവ് പറഞ്ഞത് എന്താണ് എന്നൊക്കെ ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അത്രമാത്രം കൃത്യമായി സമൂഹത്തിന്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഇത് ബഹുദൈവാരാധനയുടെ ഭാഗമായി കൊണ്ടുള്ളതാണ് എന്നുള്ളത് ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല, കാലങ്ങളായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെയാണ് ഇദ്ദേഹം ഈ രീതിയിലൊക്കെ ന്യായീകരിക്കുന്നത്. ഇങ്ങനെ ഒരു വിശ്വാസവും ഒന്നും തന്നെ ഇല്ലാതെ കത്തിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ പിടിച്ച് പുറത്താക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ആരാണ് ഇവിടെ പുറത്താക്കിയിട്ടുള്ളത്? ആരും ഇവിടെ പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ ഹുസൈൻ സലഫി ഹഫളഹുല്ല ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ള കൃത്യമായ പ്രമാണങ്ങൾ പഠിച്ചതുകൊണ്ടുള്ള നിർദ്ദേശം നൽകി എന്നത് മാത്രമാണ്. അത് അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. എന്നാൽ മതം പഠിച്ച മതപണ്ഡിതന്മാർ അവിടെ ഉത്തരവാദിത്വ നിർവഹണം നടത്തുക തന്നെ വേണം. അതാണ് ഇവിടെ ഹുസൈൻ സലഫി ഹഫളഹുല്ല നടത്തിയിട്ടുള്ളത്. ഇത് താങ്കളുടെ യുക്തിപരമായ ചോദ്യത്തിന് ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളാണല്ലോ ഇത് കത്തിക്കുന്നത്, അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഈ വിളക്ക് കത്തിക്കുന്ന ആളുകൾക്ക് അതിന് എങ്ങനെയാണ് അതിന്റെ തിരിവെക്കേണ്ടത് എന്നും അതിന് ഏത് രീതിയിലാണ് കാര്യങ്ങൾ വേണ്ടത് എന്നും ചില ആളുകൾക്കൊക്കെ ഈ എണ്ണവിളക്കിന് ഇത്ര ഹൈറ്റ് വേണമെന്നുള്ള കണക്ക് വരെ പറയുന്നതായി കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കൃത്യമായ വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ഉദ്ഘാടന വേളകളിലും അതുപോലെ തന്നെ മറ്റു മേളകളിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേവലം ഒരു നാട മുറിക്കുന്നത് പോലെ, ഒരു റിബൺ കട്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരു പരിപാടിയല്ലല്ലോ. അതിന് കൃത്യമായ ഒരു വിശ്വാസമുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ അതിൽ ഭവ്യതയോടെ ചെയ്യുന്ന ഒരു കാര്യം ഒരു വിശ്വാസവും ഇല്ലാതെ അതിന്റെ ഭാഗമായി ചേർന്നുകൊണ്ട് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? താങ്കൾക്ക് വിശ്വാസമില്ല എങ്കിൽ താങ്കൾ അതിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ വേണ്ടത്? അതാണല്ലോ അതിന്റെ മാന്യത. അതല്ലാതെ അതിൽ കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ, അതിനോട് ആശംസ പറയുക എന്ന് പറഞ്ഞാൽ, അതിനെ അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതിനോട് നമ്മൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമാകുക തന്നെയാണ്. അതല്ലാതെ അതിന്റെ ഭാഗമായിക്കൊണ്ട് അവിടെ ആ ഒരു രീതിയിലുള്ള ആചാരങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവൃത്തികൾക്ക് നമ്മൾ ചേർന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് നമ്മൾ സമരസപ്പെടുക എന്ന് തന്നെയാണ്, അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കുക തന്നെയാണ്. എന്നാൽ അങ്ങനെയുള്ള പ്രവർത്തനം നമുക്ക്
ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? അത് ഇസ്ലാം കൃത്യമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന ഖുർആനിക വചനം എന്താണ് നമ്മോട് പഠിപ്പിക്കുന്നത്? നന്മയിലും ദൈവഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക, പാപത്തിലും അതിക്രമത്തിലും നമ്മൾ സഹകരിക്കരുത്. പാപത്തിലും അതിക്രമത്തിലും നമ്മൾ സഹകരിക്കരുത്. ഏറ്റവും വലിയ അതിക്രമം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ ദുൽമി എന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ചറബ് നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഏറ്റവും വലിയ അക്രമം എന്ന് പറഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ്, കുഫ്ർ തന്നെയാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുക, സഹകരിക്കുക, സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് ബഹുദൈവാരാധനയെ സഹായിക്കൽ തന്നെയാണ്, ഷിർക്കിനെ സഹായിക്കൽ തന്നെയാണ്. അത് ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ്. ചെറിയ ചെറിയ ഹറാമുകൾക്ക് പോലും സഹായിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ് എങ്കിൽ ഏറ്റവും ദുൽമായ അള്ളാഹു പരിചയപ്പെടുത്തിയ ഷിർക്കിന് കുഫറിന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ, അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ, അതിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസിക്ക് ഒരിക്കലും പാടില്ലാത്തതാണ്. ഇവിടെ ബഹുസ്വരതയുള്ള ഒരു രാജ്യത്ത് കൃത്യമായി അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ആ വിശ്വാസം അനുസരിച്ച് കൊണ്ട് അവൻ ജീവിക്കണം. എന്നാൽ പൊതുപ്രവർത്തന മേഖലയിൽ അവന് സഹായിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ അവൻ സഹായിക്കുകയും വേണം എന്നുള്ള ഒരു പൊതുതത്വം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. എന്നാൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതിലൊന്നും ഒരു തെറ്റുമില്ല എന്നുള്ള മെസ്സേജ് കൊടുക്കാൻ താങ്കൾക്ക് ആരാണ് അധികാരം തന്നിട്ടുള്ളത്? നിലവിളക്ക് പോലെയുള്ള ബഹുദൈവ ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിൽ സർവ്വതും സമർപ്പിച്ച് ജീവിക്കേണ്ട ഒരു വിശ്വാസി പങ്കെടുക്കണം, അതിലൊരു തെറ്റുമില്ല എന്ന് മെസ്സേജ് പറയാൻ താങ്കൾക്ക് ആരാണ് അധികാരം തന്നിട്ടുള്ളത്? മതം പഠിച്ച പണ്ഡിതന്മാരിന് മതം പറയരുത് എന്നുള്ള രൂപത്തിൽ താങ്കൾ ഈ സംസാരിച്ചു വെച്ചല്ലോ. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ താങ്കൾക്ക് ആരാണ് അധികാരം തന്നിട്ടുള്ളത്? താങ്കൾ എന്താർത്ഥത്തിലാണ് ഈ രീതിയിലൊക്കെ വിവരക്കേടുകൾ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു കൂവുന്നത്? അന്ധമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോടുള്ള വിദ്വേഷം മാത്രമല്ല താങ്കൾ ഇവിടെ പറഞ്ഞു തീർത്തത്. ഇവിടെ താങ്കൾ പറഞ്ഞു വെച്ചത് അതിഗൗരവമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് അനിൽ മുഹമ്മദെ, തിരുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. താങ്കൾ ഉദ്ദേശിച്ചത് ഇതല്ല എങ്കിൽ അന്ധമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോടും ഹുസൈൻ സലഫിയോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു വെച്ചതാണ് എങ്കിൽ താങ്കൾ അത് അടുത്ത വീഡിയോയിലൂടെ ഒന്ന് പറയാം. അതല്ല ഹുസൈൻ സലഫി പറഞ്ഞത് തെറ്റാണ് എന്നാണ് എങ്കിൽ അത് താങ്കൾ വലിയ സംഭവമായി താങ്കളുടെ പേജിലിട്ട രണ്ട് പണ്ഡിതന്മാരുണ്ടല്ലോ, ഒന്ന് അൻസാരി സുഹരി ആലപ്പുഴയും അതുപോലെ തന്നെ സിംസാർ ഹുദവിയും, അവരോടെങ്കിലും ഒന്ന് പോയി താങ്കൾ ചോദിക്കും ഈ ചോദ്യമൊക്കെ. എന്നിട്ട് താങ്കൾ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് ബഹുദൈവാരാധനയുടെ ഭാഗമായി നടക്കുന്ന വിളക്ക് കത്തിക്കലും കാര്യങ്ങളിലും ഒന്നും നമ്മൾ പങ്കെടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് എങ്കിൽ താങ്കൾ അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്ക്. അപ്പോൾ അതിനുള്ള മറുപടി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു തരും. മനസ്സിലായല്ലോ? ഇനി അതല്ല, അനിൽ മുഹമ്മദിന്റെ പൂതി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, മതം പഠിച്ച മതപണ്ഡിതന്മാർ മതം പറയരുത്, താങ്കളെ പോലെയുള്ള അർദ്ധയുക്തിവാദികൾ പറഞ്ഞോളും, അതൊക്കെ എല്ലാവരും കേട്ടാൽ മതി എന്നുള്ള ലക്ഷ്യമാണ് താങ്കൾക്ക് എങ്കിൽ, അതല്ല ആരിൽ നിന്നുമൊക്കെ അച്ചാരം വാങ്ങിയിട്ട് മതപണ്ഡിതന്മാരുടെ വായ മൂടിക്കെട്ടാമെന്നുള്ള പൂതിയാണ് താങ്കൾക്ക് എങ്കിൽ ആ പൂതിയൊക്കെ നാലായി മടക്കി അനിൽ ടാക്കി എന്ന് പറയുന്ന ഈ ക്ലോസറ്റിൽ തന്നെ ഇട്ട് വെള്ളമൊഴിക്കുന്നതാണ് താങ്കൾക്ക് നല്ലത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മതം പഠിച്ച മതപണ്ഡിതന്മാർ മതപ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മതകാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതൊക്കെ മതപ്രമാണങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക, അത് അനുസരിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. നിങ്ങൾ വിളക്ക് കത്തിക്കുന്നത് കത്തിച്ചോ. നിങ്ങൾക്ക് ബഹുദൈവാരാധനയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ, ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അവരത് ചെയ്തോട്ടെ, അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ വിശ്വാസിയെ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ അംഗീകരിക്കുന്നവരാണ് എന്ന് പറയുകയാണ് എങ്കിൽ അവർ പ്രമാണങ്ങൾ അനുസരിച്ച് തന്നെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ ഹുസൈൻ സലഫി ഹഫളഹുല്ലാ നടത്തിയിട്ടുള്ളത്. അതിൽ അനിൽ മുഹമ്മദിനെ പോലെയുള്ള അർദ്ധയുക്തിവാദികളോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ അസ്വസ്ഥരാകേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ ആരെയും നിർബന്ധിച്ചിട്ടില്ല, നിർബന്ധിക്കുന്ന പരിപാടിയും നമ്മൾക്ക് ആർക്കും ഇല്ല. അത് പണ്ഡിതന്മാർ എവിടെയും അങ്ങനെ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അനിൽ മുഹമ്മദിനോട് പറയാനുള്ളത്, ഒരു ദിവസം വരാനുണ്ട്, അന്ന് നിങ്ങൾക്ക് ലൈക്ക് അടിച്ചവരും ഷെയർ ചെയ്തവരും താങ്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചവരും ഒന്നും ഉണ്ടാകില്ല. യൂട്യൂബിൽ നിന്ന് വരുമാനം വരില്ല. താങ്കൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ആരെങ്കിലും നക്കാപ്പിച്ചു തരുന്നുണ്ട് എങ്കിൽ അവരൊന്നും ഇല്ലാത്ത ഒരു ദിവസം വരാനുണ്ട്. അന്ന് പടച്ചറബിന്റെ മുന്നിൽ നിന്ന് താങ്കൾ എന്ത് മറുപടി പറയും എന്നുള്ള ചിന്ത താങ്കൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും അള്ളാഹു അംഗീകരിക്കാത്ത ബഹുദൈവാരാധനയോട് സഹകരിക്കാൻ വേണ്ടി താങ്കൾ കണ്ടെത്തുന്ന ന്യായങ്ങൾ, അത് അന്ധമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ പണ്ഡിതന്മാരോടുള്ള വിദ്വേഷ കാരണത്താലാണ് എങ്കിലും അല്ല എങ്കിലും താങ്കൾ ഇതൊക്കെ തിരുത്തുന്നത് താങ്കൾക്ക് തന്നെ നല്ലതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തുന്നു. വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫാത്തിമ തഹലിയ നിലവിളക്ക് കൊളുത്തി. ഞാനത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ട്രോള് രൂപത്തിലാണെങ്കിലും ഒരു വീഡിയോ ചെയ്തു.
അപ്പോൾ പറഞ്ഞു MLA അല്ലേ, ഓൾക്ക് കുറേ പരിപാടി പങ്കെടുക്കേണ്ടി വരില്ലേ. സത്യത്തിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷെ എൻ്റെ രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്താണ് എൻ്റെ വിശ്വാസം. അതിലൂന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് എന്താ ഇവിടെ കുഴപ്പമില്ലത്. അപ്പോൾ അത് വിവാദമായപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയ ധാരാളമായിട്ട് പ്രചരിക്കണ കണ്ടു. തങ്ങളതിൽ കൃത്യമായി അതിൻ്റെ വീക്ഷണം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനത് ഇടുന്നില്ല. ഇപ്പോൾ ഒരു മുജാഹിദ് പണ്ഡിതൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞാലും മൂപ്പര് പറഞ്ഞാലും തെറി മൂപ്പർക്കും എനിക്കൊക്കെ കിട്ടും എന്നുള്ളത് അറിയാം. എന്നാലും ഞാൻ പറയണില്ലാതെ നല്ലത് മൂപ്പര് പറയുന്നത് തന്നെയാണ്. മുസ്ലിം ഭരണാധികാരികളായ MLA-മാരുണ്ടാകും, മന്ത്രിമാരുണ്ടാകും, അള്ളാഹുവിന്റെ പേരിൽ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആ നിലക്കുള്ള ഗൗരവത്തോടുകൂടി അവരുടേതായ ആ ഉത്തരവാദിത്തം ഏറ്റിട്ടുള്ള ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നുള്ള ഒരു ഓർമ്മ കൂടി നിങ്ങൾക്കുണ്ടാകണം. മറ്റുള്ളവരേക്കാൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ തന്റേതായ സ്വത്വത്തെ, തന്റേതായ ഐഡന്റിറ്റിയെ നിലനിർത്തേണ്ടവരാണ്. ഒരു രാജ്യത്ത് എന്താണോ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് ആ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അനുസരിച്ച് കൃത്യമായി നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ നിങ്ങൾക്ക് വലിയ ഒരു കടമയുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം നിസ്കരിക്കുമ്പോൾ ഞാനിതാ എല്ലാം നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്, ഞാനൊരിക്കലും ബഹുദൈവാരാധനയുടെ പിറകെ പോവുകയില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു ചടങ്ങുകളിലും സ്വകാര്യ ചടങ്ങുകളിലുമൊക്കെ നിലവിളക്ക് കൊളുത്തുക പോലെയുള്ള അതേപോലെ തന്നെയുള്ള അത്തരത്തിലുള്ള ഒരു മത ആചാരങ്ങളെ ഒരു മുസ്ലിം എന്ന നിലക്ക് അത് നിർവഹിക്കുവാൻ പാടുള്ളതല്ല. ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ ഒരു ആർജവത്തെ. ഇപ്പോൾ TP അബ്ദുള്ള കോയ മദനിയോ അല്ലെങ്കിൽ മജീദ് സലാഹിയോ ഈ വിഷയത്തിൽ ഒന്നും പറയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർക്കൊക്കെ ഒരു രാഷ്ട്രീയ സംഗതികളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സ്വന്തം രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒന്നും പറയില്ല. ഏതായാലും ഇദ്ദേഹത്തിന് ആ ഒരു ആർജവത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഏതായാലും എന്നെ വിളിക്കണ പോലെ ഇത് പറഞ്ഞതോടുകൂടി ആ പണ്ഡിതനെയും തെറി വിളിക്കുന്നത് കണ്ടു. അല്ല, അതിലൊരു കുറവും വരുത്തരുത്, കാരണം അതൊരു സംസ്കാരമാണല്ലോ. അപ്പം എൻ്റെ സമുദായത്തിൻ്റെ ആളുകളൊക്കെ ആ പണി ഉഷാറായിട്ട് എടുക്കി. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.